സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. 2025-26 വർഷത്തിലെ മസ്റ്ററിംഗ് ജൂൺ മാസം 25 മുതലായിരിക്കും ആരംഭിക്കുക. 2 മാസമാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള കാലാവധി. ആഗസ്റ്റ് 24 വരെ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഗുണഭോക്താവ് നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഈ നടപടികൾ നടക്കുന്നത്. കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ മസ്റ്ററിംഗ് വീടുകളിൽ വന്ന് നേരിട്ട് ചെയ്യുന്നതുമാണ്. വാർഷിക മസ്റ്ററിംഗ് ചെയ്താൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ. 2024 ഡിസംബറിന് പെൻഷൻ അനുവദിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഈ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതുമാണ്. മസ്റ്ററിംഗ് ചെയ്യുവാൻ പ്രധാനപ്പെട്ട രേഖ ആധാർ കാർഡ് ആയതിനാൽ ആധാറിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലോ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിലോ എത്രയും വേഗം അത് പൂർത്തീകരിക്കേണ്ടതാണ്. മൈ ആധാർ പോർട്ടൽ വഴി ആധാർ കാർഡുകൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് ജൂൺ 14 വരെയായിരിക്കും അവസരമുണ്ടാകുക. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഫീസ് ഈടാക്കുന്നതുമായിരിക്കും. അതിനാൽ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ളവർ എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്യുക. പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാർ കാർഡാണ് പ്രധാനപ്പെട്ട രേഖ. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് ഇലക്ട്രോണിക് KYC ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ 10 വരെയാണ്. ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ നിരവധി പേരാണ്. അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ ജൂൺ 10 മുമ്പായി തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. റേഷൻ കട വഴിയും താലൂക്ക് ഓഫീസ് വഴിയും സപ്ലൈകോ ഓഫീസ് വഴിയും ഈ KYC പൂർത്തീകരിക്കാൻ സാധിക്കുന്നതുമാണ്. ഇത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. അതിനാൽ എല്ലാവരും കൃത്യമായി തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതാണ്. സംസ്ഥാനത്തെ റേഷൻ കടകൾ 5, 6 തീയതികളിൽ തുറന്നു പ്രവർത്തിക്കുന്നതല്ല. കൂടാതെ മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ 4 വരെ നീട്ടിയിട്ടുമുണ്ട്. അതിനാൽ മെയ് മാസത്തിലെ റേഷൻ മേടിക്കാത്തവർക്ക് ജൂൺ 4 വരെ അവസരമുണ്ടായിരിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, അർഹരായ റേഷൻ കാർഡ് ഉടമകൾക്ക് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നതാണ്. നീല, വെള്ള കാർഡ് ഉടമകൾക്ക് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനു വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ജൂൺ 15 വരെയായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങളോ സിറ്റിസൺ ലോഗിൻ പോർട്ടലോ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. കാർഡിലെ വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ തിരുത്തി വേണം അപേക്ഷ സമർപ്പിക്കാൻ. അർഹരായ എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നതുമാണ്. തിരഞ്ഞെടുക്കുന്ന കാർഡിന് കൂടുതൽ റേഷൻ വിഹിതം സൗജന്യമായി ലഭ്യമാകുന്നതുമാണ്. കൂടാതെ ചികിത്സാ ആനുകൂല്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും. മേൽപ്പറഞ്ഞ വിവരങ്ങൾ കൂടുതലും കൃത്യവുമായി മനസ്സിലാക്കിയതിനു ശേഷം ചെയ്യേണ്ടതാണ്.